നമ്മുടെ ഹോസ്പിറ്റലിൽ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഹോസ്പിറ്റലിൽ അനസ്തേഷ്യോളജിസ്റ്റിൻ്റെ സാമീപ്യം തിയേറ്ററിനുള്ളിൽ മാത്രമാണോ? സർജറി കഴിയുന്നത് വരെ കൂടെ നിന്നാൽ മതിയോ? ഇപ്പോൾ ഒന്ന് രണ്ട് ചോദ്യം നിങ്ങളുടെ തന്നെ വന്നല്ലോ. ഇത് ഇങ്ങനെ ഇത്രയും നേരം അടുത്ത സർജറിക്ക് അനസ്തേഷ്യോളജിസ്റ്റിന് റോളില്ലേ എന്നതൊക്കെ. അവിടെയാണ് പറഞ്ഞത് ഡിപ്പാർട്ട്മെൻറ്റ് അത്ര സ്ട്രോങ് ആയിരിക്കണം എന്നത്. കാരണം ആ സർജറി കംപ്ലീറ്റ് മോണിറ്റർ ചെയ്യാൻ അനസ്തേഷ്യോളജിസ്റ്റ് വേണം, സത്യമാണ്, അവിടെ സമ്മതിച്ചു. അത് കഴിഞ്ഞാൽ റോള് തീർന്നില്ല. ആ റിക്കവറി ഏരിയയിൽ, അത് OT-യിൽ തന്നെ ആയിരിക്കാം, ചിലപ്പം അവിടെ തൊട്ടടുത്തൊരു റിക്കവറി ഏരിയ നമ്മൾ ബിൽഡ് ചെയ്തിട്ടുണ്ട്, അവിടെ ആയിരിക്കാം. ഇനി അതൊന്നുമല്ല, പേഷ്യൻ്റ് അൺസ്റ്റേബിൾ ആയിട്ട് ICUയിലേക്ക് സഡൻ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അവിടെയും അനസ്തേഷ്യ പോസ്റ്റ് അനസ്തെറ്റിക് ചെക്ക് ലിസ്റ്റ് ഉണ്ട്, മോണിറ്ററിംഗ് ഉണ്ട്. അനസ്തേഷ്യ ആ കണ്ടീഷനിൽ നിന്ന്, ഒരു അബ്നോർമൽ കണ്ടീഷനിൽ നിന്ന് പേഷ്യൻ്റ് റിക്കവറിയായി തിരിച്ചു വരുന്നത് വരെയും ഈ കണ്ട കണ്ടീഷൻസ് എല്ലാം, വൈറ്റൽസ് എല്ലാം നിരന്തരമായും മോണിറ്റർ ചെയ്യണം. അനസ്തേഷ്യോളജിസ്റ്റിൻ്റെ പ്രസൻസ് ഉണ്ടാവണം. പേഷ്യൻ്റ് സ്റ്റേബിളായി എന്ന് ഉറപ്പ് വരുത്തേണ്ടത് അനസ്തേഷ്യോളജിസ്റ്റാണ്. സോ നമ്മുടെ റിക്കവറി ഏരിയയിലോ OT-യിലോ സഡൻ ആയിട്ട് അൺസ്റ്റേബിൾ പേഷ്യൻറ്റിനെ OT-യിൽ നിന്ന് ICUയിലേക്ക് മാറ്റി, ആ സാഹചര്യത്തിലും ഈ ഒരു അനസ്തേഷ്യ റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടിന്യൂസ് മോണിറ്ററിങ് അവിടെ ഉണ്ടാവണം. അതുകൊണ്ട് MyOT-യിൽ മാത്രമല്ല, നമ്മുടെ BSAയിലും നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റ് അനസ്തേഷ്യ സ്റ്റാറ്റസ് മോണിറ്ററിങ് ഡോക്യുമെൻറ്റേഷൻ കാണാൻ കഴിയും. അത് നമ്മൾ കൃത്യമായിട്ട് ചെയ്യേണ്ടതുണ്ട്. ഇത് തിയേറ്ററിൽ വെച്ച് തന്നെ ആയിരിക്കണമെന്നില്ല പോസ്റ്റ് അനസ്തേഷ്യ ചെക്ക് ലിസ്റ്റ് മാർക്ക് ചെയ്യുന്നത്. അത് നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു ICU പോലെയുള്ള ഒരു വാർഡിലും സംഭവിക്കാം. BSAയിലും നിങ്ങൾക്ക് അതിൻ്റെ കണക്ടിവിറ്റി കാണാൻ പറ്റും. സോ നിർബന്ധമായിട്ടും COP 13F പറയുന്നത് അതൊരു കമ്മിറ്റ്മെൻ്റ് ആണ്. അത് പറയുന്ന പേഷ്യൻസ് പോസ്റ്റ് അനസ്തേഷ്യ സ്റ്റാറ്റസ് മോണിറ്റേർഡ് ആൻഡ് ഡോക്യുമെൻറ്റഡ് എന്നാണ്. പേഷ്യൻസ് പോസ്റ്റ് അനസ്തേഷ്യ സ്റ്റാറ്റസ് ഈസ് മോണിറ്റേർഡ് ആൻഡ് ഡോക്യുമെൻറ്റഡ്. MyOT-യും നമ്മുടെ BSAയും കൃത്യമായി ഉപയോഗിച്ചുകൊണ്ട് പേഷ്യൻ്റെ ഡോക്യുമെൻറ്റിലേക്ക് അത് നമ്മൾ വന്നു എന്ന് ഉറപ്പുവരുത്തണം, അനസ്തേഷ്യോളജിസ്റ്റ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തണം.